ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് എഗ് പുതിന റോളാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രെഡ് സ്ലൈസസ് വേണം, അത് സൈഡ് കട്ട് ചെയ്തതാണ്. ഒരു അര പാക്കറ്റോളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ. ഇനി അതിലേക്ക് പുഴുങ്ങിയ 2 മുട്ട ആവശ്യമാണ്. ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയും മുട്ട പുഴുങ്ങിയതുമാണ് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. തേങ്ങ ചിരവിയത് 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ്, പച്ചമുളക് 1-2, മല്ലിയില, ചെറുള്ളി ഒരു 5-6 പീസസ്, ആവശ്യത്തിന് ഉപ്പ്, പുതിനയിലും മല്ലിയിലയും രണ്ടും കൂടി ഒരു കൈപ്പിടി അത്രയും മതിയാവും. പാലെടുത്ത് മാറ്റി വയ്ക്കുക, പാൽ 1 കപ്പ് എടുത്ത് മാറ്റി വയ്ക്കുക. ബ്രെഡ് പൊടിച്ചത്, മുട്ട പുഴുങ്ങാത്തത് ഒരെണ്ണം. പിന്നെ തോടൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അത് നമുക്കിനി ഫില്ലിങ്ങിൻ്റെ സമയത്ത് മാത്രമേ ആവശ്യമുള്ളൂ, അപ്പോൾ അതെടുത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മളിനി മുട്ട കലക്കി വയ്ക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ഓരോ പാർട്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ലാസ്റ്റ് എല്ലാം ഒന്നിച്ച് തിരക്കാവില്ല. പൊരിക്കാനുള്ള സമയത്തിന് ആവശ്യമായിട്ടുള്ള മുട്ട പൊട്ടിച്ച് കലക്കി അതും മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ചെറുള്ളിയും അതുപോലെ തന്നെ പുതിന, മല്ലിയില, തേങ്ങ ചിരവിയത്, ഉള്ളി, ഉപ്പ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിന മല്ലിയില ചമ്മന്തി റെഡിയായി കിട്ടും. അപ്പോൾ ഇതും മുട്ട പുഴുങ്ങിയതുമാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് എടുത്ത് പാലിലൊന്ന് മുക്കി, അത് ഒന്ന് വല്ലാതെ മുങ്ങൊന്നും വേണ്ട, എന്നിട്ട് അതിനെ ഒന്ന് അമർത്തി പിഴിഞ്ഞ് അതിലെ പാലൊക്കെ ഒന്ന് കളയുക. ഒരു ചെറിയ നനവേ ആവശ്യമുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള മുട്ടയും അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിയും ചേർത്തിട്ട് നല്ല പോലെ ഒട്ടിച്ചെടുത്ത് ഉരുട്ടിയെടുക്കുക. കാരണം എൻ്റെ ഈ ബ്രെഡ് പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞ് റോളാക്കി കഴിഞ്ഞാൽ അതെല്ലാം ശരിയായി കിട്ടും. അങ്ങനെ എല്ലാം റോളാക്കി വെക്കുക. അതിനുശേഷം ഇതിനെ നമ്മളെടുത്തിട്ട് ബ്രെഡ് പൊടിയിലൊന്ന് ഉരുട്ടിയെടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫില്ലിങ്ങിൽ എങ്ങനെ എല്ലാം നമുക്ക് ഒന്നില്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ആദ്യത്തെ ഘട്ടം ബ്രെഡ് പൊടി റോളെടുത്ത ശേഷം അടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം ബ്രെഡ് പൊടിയിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട കലക്കി വെച്ചതിൽ നമ്മൾ റോൾ ചെയ്ത് വെച്ച് ബ്രെഡ് പൊടിയിൽ അത് മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ബ്രെഡ് പൊടിയിൽ റോൾ ചെയ്തെടുക്കുക. ഓക്കെ, എന്നാൽ ആദ്യം ബ്രെഡ് പൊടിയിൽ റോൾ ചെയ്യുക, എന്നിട്ട് മുട്ടയിൽ മുക്കുക, എന്നിട്ട് വീണ്ടും ബ്രെഡ് പൊടിയിൽ റോൾ ചെയ്യുക. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ, ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മളുടെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് റോൾസ് ഇട്ട് കൊടുക്കുക. വല്ലാതെ അങ്ങോട്ട് മുരിച്ചെടുക്കേണ്ട, കരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. അപ്പോൾ അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേന് നമുക്കത് തിരിച്ചിടാം. അങ്ങനെ മറിച്ച് നോക്കിയിട്ട് പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് എണ്ണയൊക്കെ കളഞ്ഞ് ആദ്യം ടിഷ്യൂവിൽ വെച്ച് എണ്ണ കളഞ്ഞിട്ട് പിന്നെ എടുത്ത് നമുക്ക് മാറ്റി കഴിക്കാം. അത് നമ്മുടെ ഇഷ്ടം. സോസ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആൻഡ് സ്പെഷ്യൽ ബ്രെഡ് എഗ് പുതിന റോൾ റെഡി ആയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവുമല്ലോ, അതുകൂടി അമർത്തി എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. താങ്ക് യു.